എൻ്റെ പേര് ഫാദർ നിബിൻ കുര്യാക്കോസ്. ഞാൻ ഈ പോണേൽ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഇടവകയിൽ സഹവികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. ഈ ഇടവകയിൽ വന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇങ്ങനൊരു വിശുദ്ധീകരണത്തിൻ്റെ ധ്യാനമെടുത്തതിന് നന്ദി അർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പോണേൽ ഇടവക ഒത്തിരി വിശുദ്ധീകരിക്കപ്പെട്ടു. ഒത്തിരി ദൈവത്തിൻ്റെ അരൂപി ഇന്ന് പെയ്തിറങ്ങുന്ന ദിവസങ്ങളിലാണ്. ഇനിയും ആ വിശുദ്ധീകരണം തുടർന്നു കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഈശോയുടെ നോട്ടം പതിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ളൊരു അവസരമാണ് ഈ ധ്യാനത്തിൻ്റെ പരിസമാപ്തി. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈശോ നമ്മൾ നോക്കിയിട്ട് നമ്മൾ വചനം വായിച്ചിട്ടുണ്ട്, വചനം ശ്രവിച്ചിട്ടുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ ഒന്നിച്ചിരുന്ന് പങ്കുവച്ചിട്ടുണ്ട്. വചന പ്രഘോഷകർ പലപ്പോഴായി നമുക്ക് വചനം ഇങ്ങനെ പകർന്നു തന്നിട്ടുണ്ട്. നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തിലൂടെ ഈശോയെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഈശോ നമ്മളെ നോക്കാൻ ശ്രമിക്കുകയായിരുന്നു. നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോയുടെ നോട്ടം പതിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കണ്ണുകളിൽ ഈശോയുടെ നോട്ടം പതിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികളാണ്. കാരണം പത്രോസിനെ പോലെ വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. സക്കേവൂസിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം ഉണ്ടാകും. നമ്മുടെ കുടുംബങ്ങളിൽ രക്ഷ കൈവരും. നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോ വസിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള യാത്രകളിൽ, ഞാൻ സൂചിപ്പിച്ചു, ഇതൊരു യാത്രയാണ്. ഇടവകയുടെ ജീവിതവും കുടുംബ ജീവിതവും വ്യക്തി ജീവിതവും ഒക്കെ ഒരു യാത്രയാണ്. ഓരോ ദിവസവും രാവിലെ ഉണർന്ന് നമ്മൾ യാത്ര തുടരുന്നവരാണ്. ഈ യാത്രയിലുടനീളം നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ അനുഭവങ്ങളിലൊക്കെ തമ്പുരാൻ നമ്മുടെ കൈപിടിച്ച് നടത്തുന്നു എന്നുള്ള വലിയ ബോധ്യമുണ്ടെങ്കിൽ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ധീരമായി നേരിടുവാൻ, സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ സ്വീകരണങ്ങളും തിരസ്കരണങ്ങളും സഹനങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ആകുലതകളും ആശങ്കകളും വ്യാധികളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. കാരണം ഈശോ കൂടെയുണ്ട്. അവൻ നമ്മുടെ കണ്ണുകളിൽ ഉറ്റുനോക്കി, നമ്മുടെ ഹൃദയത്തിൽ ഉറ്റുനോക്കി അവൻ നമ്മെ നയിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പായ ഒരു ബോധ്യം നമുക്കുണ്ടാകും. ഈ ധ്യാനത്തിൻ്റെ ഒക്കെ സമാപനത്തിൽ നമ്മൾ ഓർക്കും, നമ്മളൊരു താബോർ അനുഭവത്തിലാണ്. ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ നമ്മളെല്ലാവരും താബോർ മലയിൽ ഇങ്ങനെ നിൽക്കുന്നൊരു അനുഭവമാണ്. രൂപാന്തരപ്പെട്ട് ഭൂരിഭാഗം പേരും നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിങ്ങനെ ഈശോയെ പോലെ ധവളാപമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മുഖത്തും ആ ഒരു പ്രശോഭയുണ്ട്. താബോർ മലയിലെ അനുഭവത്തിലാണ് നമ്മളെല്ലാവരും. നമ്മളിപ്പോൾ ചിന്തിക്കും, നമുക്കിവിടെ കൂടാരങ്ങളടിച്ച് ഇവിടെ തന്നെ വസിക്കാം. ഈ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അരൂപിയിലായിരിക്കാനുള്ള ഒരു ആഗ്രഹം നമുക്കെപ്പോഴുണ്ട്, അല്ലേ? നമ്മുടെ കുടുംബങ്ങളിലായാലും ഇടവകയിലായാലും ഈ ഒരു ആത്മീയ നിറവ്, ചൈതന്യം നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈശോ നമുക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ കൃപയാണത്. നമ്മുടെ ഹൃദയം നിർമ്മലമായി അത് മുഖത്ത് പ്രശോഭിക്കുന്നുണ്ട്. നമ്മുടെ വസ്ത്രങ്ങൾ ധവളാഭമായി ഇവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുണ്ട്. ആത്മാവിൻ്റെ നിറവനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ താബോർ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ കൂടാരമടിച്ച് വസിക്കുന്നതോടൊപ്പം ഇതിൻ്റെ ഒരു പങ്ക് നമ്മുടെ കുടുംബങ്ങളിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റണം. പക്ഷെ നമ്മൾ ഓർക്കണം, ഈ താബോർ അനുഭവത്തിലും ഗത്സമേൻ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഈശോയുടെ ആ ഒരു വേദന നിമിഷങ്ങൾ ഉണ്ടായതുപോലെ ഗത്സമേനിൽ സഹനങ്ങൾ, ദുഃഖത്തിൻ്റെ നിമിഷങ്ങൾ, കഠിനമായിട്ടുള്ള വേദന നിമിഷങ്ങളൊക്കെ ഉണ്ടായതുപോലുള്ള ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. താബോർ മലയിൽ ശിഷ്യന്മാരെ ഉണർന്നപ്പോൾ ഈശോയുടെ മഹത്വം ദർശിച്ച് വിസ്മയഭരിതരാകുന്നുണ്ട്. പക്ഷേ അവിടെ താഴെ ഗത്സമേനിൽ അവർ ഉറങ്ങുകയായിരുന്നു.
ഈശോയോടൊപ്പം ഉണർന്നിരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഓർക്കണം, ഏത് അനുഭവത്തിലും ഈശോ കൂടെയുണ്ട്. താബോറിൽ മഹത്വപ്പെട്ട് നമ്മളിങ്ങനെ ധാരാളമായി ജീവിതത്തിൻ്റെ എല്ലാ ആത്മീയ നിർവൃതികളും അനുഭവിച്ചിരിക്കുമ്പോഴും ഈശോ കൂടെയുണ്ട്. നമ്മുടെ ഗത്സമേൻ അനുഭവങ്ങളിലും ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ കണ്ണു തുറന്നിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഉറങ്ങിപ്പോകരുത്. ഈശോ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ അവൻ നമ്മളെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടെ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ദൈവം നൽകിയിട്ടുള്ള വലിയ കൃപ ജീവിതത്തിൽ ഇനിയും തുടരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു താബോർ അനുഭവം നമുക്ക് ലഭിച്ചിട്ടുള്ള ആത്മീയമായ ഉണർവ് ഈ പ്രദക്ഷിണ വഴികൾ പ്രത്യാശയിലേക്കും പ്രകാശത്തിലേക്കുമാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ കുടുംബത്തിൽ അല്പം കൂടി വെളിച്ചം കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ പുതിയ ലൈറ്റൊന്നും ഇടണ്ട, പുതുതായി ജനലൊന്നും വെച്ച് പിടിപ്പിക്കണ്ട. നമുക്ക് കുടുംബത്തിൽ പുതിയ പ്രകാശം കിട്ടിയിട്ടുണ്ട്. ആ പ്രകാശം അടഞ്ഞു പോകാതെ കുടുംബങ്ങളിൽ അത് പങ്കുവെച്ച് ഹൃദയത്തിൽ സൂക്ഷിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഏറ്റവും സന്തോഷത്തോടെ ഇവിടെ നിങ്ങൾ കൊട്ടിപ്പാടിയതുപോലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇനിയും അനേകം വർഷങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിലെന്നും എൻ്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാട്ടുമേശുവേ. ഇത്ര നൽ രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നൽ രക്ഷകൻ വേറെയിൽ ഊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിലും. തൻ തിരു കൈകളാൽ താങ്ങി നടത്തിടും. തൻ സ്നേഹം ചൊല്ലാൻ ഓര വാക്കുകൾ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നൽ രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നൽ രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവരേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീദാസരേ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീദാസരേ. അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിൽ നിന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിൽ നിന്നും. അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന
ആരാധന. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 28-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ആ നാളുകളിൽ എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. ഈശോ ജനിക്കുന്നതിനും 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച പ്രവാചകനായിരുന്നു ജോയേൽ. ജോയേൽ പ്രവാചകന്റെ വാക്കുകൾ നമ്മുടെ മനസ്സുകളിൽ കിടക്കട്ടെ. കണ്ണുകൾ തുറന്ന് കൈകളെ മടിയിൽ തുറന്നു വെച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജോയേൽ പ്രവാചകന്റെ ഈ വാക്കുകൾ പൂർത്തിയായി. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാ. ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും മേലുണ്ട്. നമ്മൾ ആരും ശിഷ്യന്മാരെ പോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരും ജോയേൽ പ്രവാചകന്റെ വാഗ്ദാനത്തിന്റെ നാളുകളിൽ ജീവിക്കുന്നവരല്ല. മറിച്ച് പ്രവചനം പൂർത്തിയായിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷ വീക്ഷണം അനുസരിച്ച് 20-ാം അധ്യായത്തിന്റെ 22-ാം തിരുവചനത്തിൽ ഉദ്ധിതനായ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചുകൂട്ടി അവരുടെ മേൽ ശ്വാസം ഊതിക്കൊണ്ട് പറഞ്ഞു: നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. കാൽവരി മലമുകളിൽ ഉയർന്നു നിൽക്കുന്ന കുരിശിൽ ആരംഭിച്ച പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ പ്രോസസ്സാ അവിടെ പൂർത്തിയായത്. കാൽവരി കുരിശിൽ കിടക്കുന്ന കർത്താവ് തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്ന യോഹന്നാൻ 19-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അവൻ തല ചായ്ച്ച് തന്റെ ആത്മാവിനെ സമർപ്പിച്ചു. അത് പൂർത്തിയായത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന് ശിഷ്യന്മാർക്ക് നൽകിയ 20-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ നിശ്വസിച്ചപ്പോഴാണ്. എന്നാൽ ലൂക്കാ സുവിശേഷകന്റെ വീക്ഷണം അനുസരിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ പന്തക്കുസ്ത അനുഭവം നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിനാവുകളായി വന്നു നിറഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. സഹോദരങ്ങളെ, ഒരു പുതിയ പന്തക്കുസ്ത നമുക്ക് വേണം. നമ്മളൊക്കെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ വീണ്ടും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നേ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തിനാ നമ്മൾ വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവേ വേഗം വരണമേ, ആത്മാവേ വന്നു നിറയണമേ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന് വേണ്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാ? പൗലോസ് അപ്പോസ്തലൻ തെസലോനിയയിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ആത്മാവിനെ നിർവീര്യമാക്കരുത് കേട്ടോ. ആത്മാവിനെ നിർവീര്യമാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മൾ ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ പാപകരമായ ജീവിതത്തിലൂടെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പാപം ചെയ്യുന്നതിലൂടെ, ദുശീലങ്ങളിലൂടെ ആത്മാവിനെ ഇനാക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള സമയമാണ് പോപ്പുലർ മിഷൻ ധ്യാനം. അതിന്റെ സമാപന ശുശ്രൂഷയിലുള്ള ആരാധനയിലാണ് നമ്മളിപ്പോൾ പങ്കെടുക്കുന്നേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ആത്മാവിനെ ആക്ടിവേറ്റ് ചെയ്യാൻ, ഉജ്ജ്വലിപ്പിക്കാൻ നമ്മളെല്ലാവരും ബോധപൂർവം പരിശ്രമിക്കണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് തന്നെയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടേ, കഴിഞ്ഞ 20 വർഷക്കാലത്തെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇതുപോലെയുള്ള പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ
കൺവെൻഷനുകളും ധ്യാന കേന്ദ്രങ്ങളിലും മറ്റും ശുശ്രൂഷകളൊക്കെ ചെയ്തപ്പോൾ ധാരാളം പേര് കൗൺസിലിങ്ങിനും പ്രാർത്ഥനകൾക്കും വേണ്ടിയൊക്കെ അടുക്കൽ വരുമ്പോഴൊക്കെ പറയാറുള്ളത് പ്രശ്നങ്ങളെക്കുറിച്ച്. നിരവധിയായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളൊക്കെ. എനിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നി, നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ 6 തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ പ്രശ്നം ശാരീരിക പ്രശ്നങ്ങളാണ്. ദ പ്രോബ്ലംസ് ഓഫ് ദ ബോഡി. ശരീരത്തിന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ശരീരത്തിന് രോഗം വരാം. 2, ശരീരത്തിന് വേദനകൾ ഉണ്ടാകാം. ശാരീരികമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിലുള്ള സൗഖ്യമാണ്. രണ്ടാമത്തേത് മനസ്സിന്റെ പ്രശ്നങ്ങളാണ്. ദ പ്രോബ്ലംസ് ഓഫ് ദ മൈൻഡ് എന്ന് വിളിക്കും. മനസ്സിന് ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താണെന്നറിയാവോ? എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന ചിന്ത. കെട്ടിയോനുണ്ട്, കെട്ടിയോളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, അയൽക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, കൂട്ടുകാരുണ്ട്. പക്ഷെ ആർക്കും എന്നോട് ആത്മാർത്ഥമായ സ്നേഹമില്ല എന്ന ചിന്ത. ഐ ആം നോട്ട് ലവ്ഡ് ഇനഫ്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിന്റെ വലിയ പ്രശ്നമാണ്. അതിന്റെ തുടർച്ചകളാ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും. കിട്ടാതെ പോയ സ്നേഹം തിരിച്ചു തരാൻ ഇനി അവർക്ക് ആർക്കും പറ്റിയല്ല. പക്ഷേ ഇവന് പറ്റും, ഈശോയ്ക്ക് പറ്റും. നിനക്ക് ലഭിക്കാതെ പോയ സ്നേഹം പൂർണ്ണമായും നിനക്ക് നൽകാൻ കഴിവുള്ള ഈശോയുടെ മുമ്പിലായിരിക്കുന്നേ. അതുകൊണ്ട് മനസ്സിന്റെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുക എന്നതാണ്. മൂന്നാമത്തെ പ്രശ്നം ആത്മീയ മേഖലയിലെ പ്രശ്നങ്ങളാണ്. പ്രോബ്ലംസ് ഓഫ് ദ സ്പിരിറ്റ്. എന്താ നമ്മുടെ ആത്മാവിന്റെ പ്രശ്നം? ആത്മാവിന് ഒരു പ്രശ്നമേ ഉള്ളൂ, പാപമാണ് ആത്മാവിന്റെ പ്രശ്നം. വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും പാപം ചെയ്തു പോകുന്നു. പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്തു പോകുന്നത്. വേണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ചെയ്യരുതെന്നുണ്ട്, പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ഒരു കമ്പൽഷൻ. പാപമാണ് ആത്മാവിന്റെ പ്രശ്നം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു നിറയുമ്പോൾ പാപവഴികളിൽ നിന്നും പിന്തിരിയാനും വിടുതൽ പ്രാപിക്കാനും നമുക്ക് സാധിക്കും. നാലാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് കുടുംബ പ്രശ്നങ്ങളാണ്. നമ്മളൊക്കെ കുടുംബങ്ങളിൽ ജീവിക്കുന്നവരാ. നമുക്ക് ഓരോ തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുടുംബ പ്രശ്നങ്ങൾ പല തരത്തിലുള്ളവയാണ്. എന്തു പ്രശ്നവും ആയിക്കൊള്ളട്ടെ പ്രിയ സഹോദര സഹോദരി, ഈശോയുടെ മുൻപിൽ വന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുമ്പോൾ സംഭവിക്കുമെന്ന് തിരിച്ചറിയുക. അഞ്ചാമത്തെ പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങളാ. പണം, പൈസ വലിയൊരു പ്രശ്നമാണ്. എത്ര ഉള്ളവനും പണം ഒരു പ്രശ്നമാണ്, ഇല്ലാത്തവനും പ്രശ്നമാണ്. പൈസ ഇല്ല എന്നുള്ളത്, കടബാധ്യതയുണ്ട് എന്നുള്ളത്, ആവശ്യ നേരത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു സാമ്പത്തിക പ്രശ്നമായി നമ്മളെ ഇങ്ങനെ അലട്ടുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അടുക്കൽ വന്ന് ഈശോയുടെ മുൻപിൽ കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിച്ചു. നിനക്ക് ആവശ്യമുള്ളതെല്ലാം കൈ തുറന്ന് സ്വർഗത്തിൽ നിന്ന് നിനക്ക് നൽകാൻ കഴിവുള്ള ദൈവത്തിന്റെ മുമ്പിലാണ് നീ പ്രാർത്ഥിക്കുന്നേ. നിരാശപ്പെടരുത്. പ്രത്യാശയോടെ ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നിന്റെ ആവശ്യങ്ങൾ കർത്താവ് നിനക്ക് നിറവേറ്റി തരുമെന്ന് വിശ്വസിക്കുക. ആറാമത്തേതും അവസാനത്തേതുമായ പ്രശ്നം എന്ന് പറയുക പൈശാചിക ബന്ധനങ്ങളാണ്. നമ്മളെല്ലാവരെയും ഏതെങ്കിലും ഒക്കെ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ അടിമപ്പെടുത്തുന്നുണ്ടാകാം. അപ്രകാരമുള്ള പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ആവശ്യമാണ്. മൊബൈൽ ഫോൺ നല്ലതാ, പക്ഷേ എപ്പോഴും നല്ലതല്ല. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോണിലൂടെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
പക്ഷെ എന്നോർത്തുകൊണ്ട് എപ്പോഴും മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക, ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കോള് ചെയ്തുകൊണ്ടിരിക്കുക, ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക നല്ലതാണ്, പക്ഷെ എപ്പോഴും നല്ലതല്ല എന്ന് തിരിച്ചറിയുക. റെസ്ട്രിക്ഷൻസ് നമുക്ക് ആവശ്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈകളിലുള്ള, നമ്മുടെ പോക്കറ്റിലുള്ള, നമ്മുടെ പേഴ്സിലുള്ള പിശാചാണ് മൊബൈൽ ഫോൺ. ഒരു പരിധി വരെ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് കേട്ടോ, ഞാനൊരു പിന്തിരിപ്പിനൊന്നും അല്ല. അതുകൊണ്ട് തന്നെയും അത് മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആവശ്യങ്ങൾ അനവധിയുണ്ട്. മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ജാഗ്രതയോടുകൂടെയുള്ള ഉപയോഗം ആവശ്യമാണ്. മാതാപിതാക്കൾ പറയുന്നത് കേട്ട് വേണം കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് അവ ഉപയോഗിക്കാൻ എന്നുള്ള ഒരു കോഷൻ, ഒരു വാർണിംഗും കൂടെ ഇതോടൊപ്പം ചേർത്ത് തരിക. അതല്ലെങ്കിൽ അതൊരു പിശാചായി നമ്മുടെ കൂടെ ഉണ്ടാകും. പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. ആത്മാവിനെ കൊണ്ട് നിറയുമ്പോൾ പിശാച് നമ്മളെ വിട്ടുപോകും എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 6 തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയുക എന്നത് മാത്രമാണ്. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നു നിറയണമേ എന്നതാവട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആത്മീയ അഭിഷേകത്തിന് വേണ്ടി ദൈവ തിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണേ. എഴുന്നേറ്റ് നിൽക്കുന്നവരൊക്കെ കൈകളെ ഒന്ന് യാചനാപൂർവം പിടിച്ചേ. കൈകളെ യാചനാപൂർവം പിടിച്ചോ. ഒരു വചനം അച്ഛൻ പറഞ്ഞു തരാം. സങ്കീർത്തനങ്ങൾ 51 അധ്യായം 11 തിരുവചനമാണ്. വചനം ഇങ്ങനെയാണ്: കർത്താവേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. സങ്കീർത്തനം 51:11 തിരുവചനമാണ്. കർത്താവേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഇതാവട്ടെ നമ്മുടെ എല്ലാവരുടെയും ഇനിയുള്ള പ്രാർത്ഥന. ഈ ഒരു പ്രാർത്ഥന മാത്രം മതി. ബാക്കി എന്തൊക്കെ നമ്മൾ മറന്നുപോയാലും സങ്കീർത്തകനോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ എന്ന്. കൈകളെ യാചനാപൂർവം പിടിച്ച് ഈ വചനം നമുക്ക് എല്ലാവർക്കും ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയാനുള്ള ആഗ്രഹത്തോടെ ദൈവ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പറയണം. സങ്കീർത്തനങ്ങൾ 51 അധ്യായം 11 തിരുവചനം. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ആഗ്നസ് MSc. MSc is Missionarium Sacrestimi Cordis, Missionary Sisters of the Sacred Heart of Jesus. ഞങ്ങൾ ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷനാണ്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സിസ്റ്റേഴ്സാണ്.
ഞങ്ങൾ ലോകത്തിലെ എല്ലാ കോണ്ടിനെൻറ്റ്സിലും ജോലി ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി ഇവിടെ കേരളത്തിൽ ഈ പോണേക്കര സെൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ പള്ളിയിലാണ് ഞങ്ങളുടെ കോൺവെൻറ്റ് ഇവിടെ ഉള്ളത്. പോപ്പുലർ മിഷൻ്റെ ധ്യാനം ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൂടുകയാണ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഫോർ മീ. ഞാൻ പോട്ടയിൽ ഒത്തിരി പ്രാവശ്യം വന്നിട്ടുള്ള ആളാണ്. ആദ്യത്തെ പ്രാവശ്യം 1994 ഞാൻ അവിടെ ധ്യാനത്തിൽ വന്നതാണ് കോട്ടയിൽ. ഇതിൻ്റെ മുമ്പ് ഞാൻ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൽ ഞാൻ +2 പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ ഫാദർ ഫ്രാൻസിസ് റെബല്ലോ SJ അച്ഛൻ്റെ കൂടെയായിരുന്നു. അച്ഛൻ അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നു. അച്ഛൻ തുടങ്ങി വെച്ച അവിടെ മൂവ്മെൻറ്റ് സെൻറ്റ് ജോസഫ്സ് കോളേജ് ബാംഗ്ലൂരിലായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് ഈ കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് 1980s ഞാനിതിൽ ഈ മൂവ്മെൻറ്റ്സിൽ തുടങ്ങിയ ആളാണ്. സോ ഐ മേ ബി വൺ ഓഫ് ദ ഏർലിയർ പേഴ്സൺ ദെൻ മെനി ഓഫ് ദം ഹിയർ. പോണേൽ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഇടവകയിലെ ലീജൻ ഓഫ് മേരി അംഗങ്ങളാണ് ഞങ്ങൾ. ഞാൻ അതിൻ്റെ സെക്രട്ടറി LC ജോസഫ്, പ്രസിഡൻറ്റ് LC ആൻ്റണി. ഞങ്ങൾ സംഘത്തിൽ 28 അംഗങ്ങളോളം ഉണ്ട്. ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ പോണേക്കറിലേക്ക് വർഷിക്കുകയായിരുന്നു. ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഇവിടെ ധ്യാനിപ്പിക്കാൻ വന്ന ജിജോ അച്ഛനും തോമസ് അച്ഛനും മറ്റ് ബ്രദേഴ്സിനും വളരെ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. നല്ല വചനങ്ങളും നല്ല അറിവുകളും ഞങ്ങൾക്ക് പകർന്നു തന്ന അവർക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങളുടെ വികാരി അച്ഛൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ധ്യാനം ഇവിടെ സംഘടിപ്പിച്ചു തന്ന അച്ഛനും വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു.